ഒരു മഴയോട് കൂടിയിട്ടുള്ള വിഷുക്കണി അതായിരുന്നു ഇക്കൊല്ലത്തെ നമ്മുടെ വിഷു എന്ന് പറയുന്നത്. കാലത്തെ എണീറ്റ് കണ്ണനെ കാണുന്നേക്കാൾ മുന്നേ കണ്ടത് മഴയാണ് കേട്ടോ. വേനൽ പെയ്യുന്ന ആ മഴയ്ക്ക് കുറച്ച് കുളിർമ കൂടുതലായ കാരണം കൊണ്ട് ജനല തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളി മഴ. അങ്ങനെ മഴയും കണിയുമായി നല്ലൊരു വിഷുക്കാലം കൂടി കടന്നുപോയി കേട്ടോ. അമ്പലത്തിൽ പോയി അവിടെയുള്ളവർക്കൊക്കെ കൈനീട്ടം കൊടുത്തു, അവിടെ നിന്ന് വിഷുക്കഞ്ഞിയൊക്കെ കുടിച്ചു. അങ്ങനെ ഒരുപാട് ഭയങ്കര നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഗൃഹാതുരത്വം തുളുമ്പുന്ന അല്ലെങ്കിൽ കുറച്ച് ഗ്രാമഭംഗി പകർത്തിയെടുത്ത നമ്മുടെ ഇന്നത്തെ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു. ശ്രീയാണ് കേട്ടോ. എല്ലാവരും കണി വെച്ച് കണി കണ്ട് കിടന്നുറങ്ങിയ സമയത്താണ് നമ്മൾ കണി വെക്കാൻ പോകുന്നതും വീട്ടിലേക്ക് വന്ന് കയറുന്നത് കേട്ടോ. നമ്മൾ കണി വെക്കാൻ കൊണ്ടുവന്നിട്ടുള്ള സംഭവങ്ങളാണ് മേശയുടെ പുറത്ത് വെച്ചിരിക്കുന്നത്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കണി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ലൈറ്റ് ഇല്ല, പിന്നെ ഇൻവെർട്ടറുള്ള കാരണം കൊണ്ട് അത്യാവശ്യം വെട്ടം വെളിച്ചമൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മൾ കണി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട്. കണി ഇപ്രാവശ്യത്തെ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കണി വെക്കാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ സൃഷ്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് ഒരു കിറ്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, കണിയുടെ എല്ലാ സംഭവങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ അതിലത്തെ കൃഷ്ണനാണ് അത്. പിന്നെ ഭാഗ്യം തന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. നമുക്ക് അതിൽ വിരിക്കേണ്ട തുണി പോലും നമ്മുടെ ആ കിറ്റിലുണ്ടായിരുന്നു. കൃഷ്ണനൊക്കെ നല്ല സുന്ദരനായിട്ടുള്ള എല്ലാ വർണ്ണശബളമായ ഒരു കൃഷ്ണനൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ കയ്യിലൊരു ഉരുളി ഉണ്ടായിരുന്നു, തെരുവുടയാടയും അതുപോലെ തന്നെ നമ്മുടെ കടയിൽ നിന്ന് ഞാൻ നല്ല ഭംഗിയുള്ള പഴങ്ങൾ നോക്കി മാറ്റി വെച്ചതും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഒരു കണി ഒരുക്കാമെന്ന് വിചാരിച്ചു. കാലത്തെ എണീക്കുമ്പോൾ ശ്രീകുട്ടനും ഭാഗ്യനൊക്കെ കണി കാണണ്ടേ നമുക്ക്. കാര്യം നമ്മുടെ വീട്ടിൽ ഒരുപാട് പേരൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും അതൊക്കെ അതിൻ്റെതായ രീതിയിൽ തന്നെ എന്താ പറയുക ഒരുക്കി വയ്ക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറുപ്പത്തിലെ എനിക്ക് മനസ്സിലുണ്ടായ ഓർമ്മകളാണ്, ഞാൻ എപ്പോഴും പറയാറില്ല, എൻ്റെ പഴയ ഓർമ്മകളാണ് എനിക്ക് സ്ഥായിയായിട്ട് നിൽക്കുന്നുള്ളതും. ഞാൻ ഇന്നലെ കണ്ട കാര്യം പോലും ചിലപ്പോൾ മറന്നു പോകുന്നുണ്ടെങ്കിലും കുറേ നാളായിട്ട് നമ്മുടെ മനസ്സിലൂടെ ഓടിക്കളിക്കുന്ന കുറേ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഓർമ്മകളുണ്ട് കേട്ടോ. അതിലാണ് വീട്ടിൽ പുലർച്ചയ്ക്ക് ചേട്ടന്മാർ കണി കൊണ്ടുവന്നിട്ട്, അന്ന് വീട്ടിൽ കണി വെക്കലൊന്നുമില്ല, എന്താ പറയുക, പക്ഷെ കണി വീട്ടിലെത്തും. 5-6 സെറ്റുകളായിട്ട് കണി എത്തും. കരോൾ ഇറങ്ങുന്ന പോലെ തന്നെ ഈ കണിയായിട്ട് എത്തിയിട്ട് അവർ പടക്കം പൊട്ടിച്ച് കണി കണിയേ എന്ന് പറഞ്ഞ് നമ്മളെ വിളിക്കും. ആ ഒരു കണിയുടെ ഓർമ്മയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് അതേപോലൊരു കണി നമ്മൾ വീട്ടിൽ ഒരുക്കി തുടങ്ങിയത് കേട്ടോ. ഇപ്രാവശ്യം സൃഷ്ടി നമുക്ക് ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു കണി ഒരുക്കാനുള്ള സംഭവങ്ങളൊക്കെ എത്തിച്ചു. കണിക്കന്ന പോലും അതിലുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുള്ള കാരണം കൊണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും വേണ്ടാന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ പാതിരാത്രി അല്ല പുലർച്ചെയായിട്ടുണ്ടായിരുന്നു. ഭാഗ്യം പോയി തുളസിയിലൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്ന് നാളികേരമൊക്കെ ചിരകി അതിലത്തെ വെള്ളം കളയാതെ തന്നെ തുറന്ന് വെച്ച് പിന്നെ നമ്മുടെ ഒറിജിനൽ കണിക്കൊന്നയും കൂടി വെച്ചിട്ട് നമ്മൾ നമ്മുടെ കണി അടിപൊളിയാക്കി കേട്ടോ. അങ്ങനെ ഭാഗ്യം പറഞ്ഞു എന്തായാലും ഇന്നേരമായില്ലേ, ഇനിയിപ്പോൾ നമുക്ക് കണിയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ ശ്രീകുട്ടനെ വിളിക്കാൻ പോയതാണ് ഞാൻ. അപ്പോഴേക്കും ഭാഗ്യം എന്താ എണ്ണ പോലും നമുക്കതിലുണ്ടായിരുന്നു കേട്ടോ. എണ്ണ, ചന്ദനത്തിരി എല്ലാം ഉണ്ടായിരുന്നു, കൺമഷി. അപ്പോൾ ഇപ്രാവശ്യത്തെ കണി ഗംഭീരമായിട്ടോ, നല്ല ഭംഗിയിലാക്കി. കുറച്ച് വൈകിയാലും കണി നമ്മൾ നല്ല രീതിയിൽ തന്നെ കണ്ടു. അങ്ങനെ ഒരു 2:30-3 മണിയോട് കൂടി നമ്മുടെ കണിയൊരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പതുക്കെ ഉറങ്ങിയിട്ട് കാലത്തെണീറ്റ് വീണ്ടും നമ്മുടെ കണി കണ്ടാലോ. ചെറുപ്പത്തിലത്തെ വിഷുവർമ്മ എന്ന് പറയുന്നത് ചേട്ടന്മാർ കൊണ്ടുവരുന്ന കണിയാണ് കേട്ടോ. നമ്മുടെ അർബാനയിൽ കൃഷ്ണനെയൊക്കെ ഒരുക്കിയിട്ട് ഉന്തി കൃഷ്ണൻ ഒരുക്കി, അതുപോലെ തന്നെ കണിയുടെ ബാക്കിയുള്ള എല്ലാ പഴങ്ങളും കണി കാണാനുള്ള എല്ലാ വക സാമഗ്രികളും ഒരുക്കിയിട്ട് മണിയടിച്ചിട്ട് ഇതുപോലെ നമ്മളെ ഞാൻ കണ്ണനെ ഗോപാല കൃഷ്ണനെ കോട്ടക്കാർ വർണ്ണനെ കാർ വർണ്ണനെ എന്ന് പറഞ്ഞവർ പാടും. എന്നിട്ട് നമ്മുടെ വീടിന് മുമ്പിൽ നിന്നിട്ട് മണിയടിക്കും. എന്നിട്ട് പിന്നെ ഓടക്കുഴലൊക്കെ വായിക്കും. അങ്ങനെ നമ്മൾ കണി കാണിച്ചു തരുന്ന ആ ഒരു അത് ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ. അത് ചെറിയ പിള്ളേരാണ് കൊണ്ടുവരിക, അവർക്കൊരു വരുമാനം കൂടിയാണ് അത്. അങ്ങനെ നമ്മൾ
നമ്മൾ ഇന്നത്തെ കണിയൊക്കെ കണ്ടു, കണ്ണാടിയൊക്കെ നോക്കി ദൈവമാകുന്ന നമ്മളെ തന്നെ കണ്ടു. പിന്നെ ചേച്ചി എനിക്കൊരു ഡ്രസ്സ് തയ്ച്ചു തന്നിട്ടുണ്ടായിരുന്നു. ചേച്ചി തയ്ച്ചു തന്നതാ. ഓണായാലും വിഷു ആയാലും കോടിയിട്ടത് ശീലിച്ചു. അപ്പോൾ ചേച്ചി തയ്ച്ച് തന്ന ആ നൈറ്റി തുണിയുടെ അതുകൊണ്ട് ആ ഒരു ടോപ്പ് ഇട്ടിട്ട് ഇന്നത്തെ ദിവസം കൂടെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ബാക്ക് സൈഡിലേക്ക്, അതായത് കാടിൻ്റെ അവിടേക്ക് തുറക്കുന്ന വാതിലാണ് കേട്ടോ. എല്ലാവരും ചോദിക്കാറുണ്ട് ശ്രീ ഇതാണോ ഫ്രണ്ട് വാതിൽ എന്ന്. അല്ല, കാടിൻ്റെ അവിടേക്ക് തുറക്കുന്ന ബാക്ക് സൈഡിലേക്ക് തുറക്കുന്ന വാതിലാണ് അത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ കാട്ടിൽ നിന്ന് ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ പൊന്തി വരുന്നുണ്ടായിരുന്നു. മഴ വരുമ്പോൾ മാത്രമാണ് കാട്ടിൽ നിന്ന് മഞ്ഞ് പൊന്തി വരുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡിലായിട്ട് വരുന്ന വലിയ ജനലാണ്. അവിടെ നിന്ന് ഇത് ഇപ്പോൾ ഹോം ടൂർ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഒരുവിധം കാര്യങ്ങളൊക്കെ. പിന്നെ എന്നും നമ്മൾ കാണുന്നതല്ലേ, പക്ഷേ അവിടെ നിന്ന് ഇവിടെ നിന്നും കാണുമ്പോൾ ഒരു പിടുത്തം കിട്ടുന്നുണ്ടാവില്ല അല്ലേ. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വാതിൽ കേട്ടോ. ഇപ്പോൾ ഫ്രണ്ട് വാതിൽ തുറന്നിട്ടുണ്ടെങ്കിലാണ് റോഡ് സൈഡിൻ്റെ ആവശ്യത്തേക്കുള്ളത് തുറക്കുന്നത്. അപ്പം നമുക്ക് മഴ ഉണ്ടാലോ. മഴയൊക്കെ പെയ്ത കാരണം കൊണ്ട് ഇതിനെ താഴത്ത് നമ്മുടെ മെറ്റലിലൊക്കെ നനഞ്ഞ് കിടക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറിൽ ഇങ്ങനെ കിടക്കും. നല്ല ഭംഗിയുള്ളൊരു പ്രഭാതമായിരുന്നു കേട്ടോ. മഴ പെയ്ത കാരണം കൊണ്ട് നല്ല പുതുമണ്ണിൻ്റെ മണമൊക്കെ ആയിട്ടേ ഭയങ്കര ഒരു ഫീലായിരുന്നു അതിന്. മറ്റേ ഇവിടുന്ന് കുളസിന്ന് ഓരോ കാര്യമെങ്കിൽ അത് ഇവിടെ എത്തിയിട്ടുള്ള അത് ഒന്ന് രക്ഷപ്പെടുന്നു. ദേവി അമ്മേ എന്നെ രക്ഷപ്പെടുന്നു. എൻ്റെ മോനെ വലിയ എൻ്റെ കുഞ്ഞിമോൻ എൻ്റെ ഒന്നും മിനിങ്ങിയ വായടയ്ക്കാതെ വർത്താനം പറയുന്ന ആളും അല്ലെങ്കിൽ മിണ്ടാത്ത ഒരാളാണ് നമ്മുടെ സദേട്ടൻ കേട്ടോ. അപ്പം ഇന്ന് കണി കാണണം എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് കണിയൊക്കെ കണ്ടു. സദേട്ടനാണ് കാലത്ത് തന്നെ വിളിച്ച് എണീപ്പിച്ചതും. കാലത്ത് തന്നെ വരും, ഇവിടെ നനയുടെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നത് ആളാണ്. ഒരു ശുദ്ധൻ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. രണ്ട് വിഷു കഴിഞ്ഞിട്ടല്ല. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ സഹായിക്കാൻ വരുന്ന ചേട്ടന്മാർക്ക് കണി കൊടുക്കുന്നതും അതുപോലെ കൈനീട്ടം കൊടുക്കുന്നതും ഒക്കെ. എങ്കിലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, അതിനൊരു ഇരട്ടി സന്തോഷവും ഇരട്ടി മധുരമാണ്. നമ്മുടെ വീട്ടിലൊന്നും താല്പര്യമില്ല കേട്ടോ. കുറച്ച് നീങ്ങിയിട്ട് മഴ പെയ്തപ്പോഴേ, ഇന്നലെ വൈകുന്നേരം തന്നെ മഴ ചാറിപ്പോഴാണ് തോന്നുന്നു ഒരു മരം വീണ് മൊത്തത്തിൽ വശമായി. ഇവിടെ നമ്മുടെ തൃശ്ശൂർ പതിവായിട്ട് കാലത്ത് നമ്മുടെ വിഷുക്കഞ്ഞി വിഷുക്കട്ട എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം ഞാൻ റീൽസിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. അതാണ് കേട്ടാ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാനത് ഉണ്ടാക്കിയ കാരണം കൊണ്ട് തന്നെ ഇന്നിപ്പോൾ നമ്മൾ അട ഉണ്ടാക്കാനാണ് പോണത്. നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള അടയിൽ വിഷുവട, നാളികേരൊക്കെ ഇട്ടിട്ടാണ്, അല്ല പഴമൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. എന്നിപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ കണി വെച്ച ഇതിരിക്കുന്നുണ്ട് നമ്മുടെ നാളികേരം, അത് വെച്ചിട്ട് നമുക്കിന്ന് പരിപാടികൾ തുടങ്ങാം. എല്ലാവർക്കും ഹാപ്പി വിഷു. ഹാപ്പി വിഷു.
ഇതുപോലെ രാഗം മൂളിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പാട്ട് മൂളിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ദിവസം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമായിട്ട് നമ്മൾ റീൽസും അതുപോലെ തന്നെ ഷോർട്സും ഒക്കെ ഈ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും കണ്ടിട്ടുണ്ടാവുക. അത് ഓൾറെഡി നമ്മുടെ ബ്രെയിനിൽ അങ്ങനെ പതിഞ്ഞ് കിടക്കുന്നുണ്ടാവും. പിന്നെ അത് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. 2 ദിവസത്തേക്ക് ഒരാഴ്ചക്ക് ഈ ഒരു ഇമ്പാക്റ്റാണ് മനസ്സിലുണ്ടാവുക. അപ്പോൾ കാലത്ത് എണീറ്റപ്പോൾ കറണ്ട് ഇല്ല എന്നുള്ളതൊന്നും കാര്യമാക്കിയില്ല. എന്തായാലും നമ്മുടെ വീട്ടിൽ ഒരു സദ്യ കഴിക്കണമല്ലോ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടെ ചോറിനുള്ള വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അട പതിവൊന്നുമില്ല കേട്ടോ. നമുക്ക് സാധാരണ വിഷുക്കട്ടയാണ് ഉണ്ടാക്കുക. വിഷുക്കട്ടയ്ക്ക് പക്ഷേ ഒരു നാളികേരം പാല് 3ആയിട്ട് പിഴിയണം നമ്മൾ. 3-ാം പാല്, 2-ാം പാല്, 1-ാം പാല്. 3-ാം പാലിൽ നമ്മൾ പുഴുക്കലരി വേവിച്ചെടുക്കും. എന്നിട്ട് 2-ാം പാലിൽ ഒന്നും കൂടി വേവിച്ച് ഏറ്റവും ലാസ്റ്റ് 1-ാം പാൽ ഒഴിച്ച് കുറുക്കിയെടുത്ത് അത് ശർക്കര പാവിനോടൊപ്പം കൂട്ടി കഴിക്കുന്നതാണ് നമ്മുടെ ഇവിടുത്തെ പ്രാതൽ എന്ന് പറയുന്നത്. വിഷു ദിവസങ്ങളിൽ എല്ലാ വീടുകളിലും അതായിരിക്കും കേട്ടോ. തൃശ്ശൂർ ഒരുവിധം എല്ലാ വീടുകളിലും അതായിരിക്കും. ഇനിയിപ്പോൾ നമ്മളത് വെക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വിഷുക്കഞ്ഞി മിക്കതും തൃശ്ശൂർ വീടുകളിൽ ഓരോ വീടുകളിലും ജാതി ഭേദമന്യേ എല്ലാവരും വിഷുക്കട്ട കഴിച്ചാണ് വിഷുവിൻ്റെ പ്രഭാതം കഴിച്ചു കൂട്ടാറുള്ളത് കേട്ടോ. പക്ഷെ നമുക്കിത് കുറച്ചധികം പാല് വേണ്ട കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു. പിന്നെ 2-3 ദിവസം മുമ്പ് നമ്മളിത് ഷോർട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവർക്ക് ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ 2-3 ദിവസം മുമ്പ് ഉണ്ടാക്കി റീൽസായിട്ടും ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അടയുടെ സൈഡിലേക്ക് തിരിഞ്ഞത് കേട്ടാ. അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ നമുക്ക് കറണ്ടും ഇല്ലല്ലോ, അതായത് പാല് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലും പ്രീതി ചേച്ചി ഇൻവെർട്ടർമ വർക്ക് ചെയ്യും, പക്ഷെ ഒത്തിരി നേരം വർക്ക് ചെയ്യില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടാക്കാനും അവിയലുണ്ടാക്കാനും ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതാണ് വിഷുക്കട്ട ഒഴിവാക്കിയത്. പിന്നെ ഭാഗ്യൻ എന്നോട് പറഞ്ഞു സാമ്പാർ അവിയലൊന്നും ഉണ്ടാക്കണ്ട, എന്തായാലും നമ്മൾ വീട്ടിൽ പോവല്ലേ, അവിടെ ഇപ്പോൾ ചേച്ചിയും ഏട്ടായി അവിടെയാണല്ലോ ഓൾറെഡി, അവിടെ കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മളെയാണ് അവർ കാത്തിരിക്കുക ആദ്യമായിട്ട് ഈ കൊല്ലം. അപ്പോൾ അങ്ങനെ കാത്തിരിപ്പ് അവർക്ക് കൊടുക്കണ്ട, നമുക്ക് നേരെ അങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ അടയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. സാധാരണ അടയാണ്, നമ്മുടെ സാധാരണ നാളികേരവും പഞ്ചസാര ഇട്ടിട്ടുള്ള അട സെറ്റായിട്ടുണ്ട്. ഹാപ്പി വിഷു. വിഷുവായിട്ട് സ്പെഷ്യൽ രാവിലെ തന്നെ അടയാണ്. സ്പെഷ്യലല്ല, കണ്ടില്ലേ പറഞ്ഞില്ലേ ഞാൻ. അതുകൊണ്ട് നമുക്ക് വിഷുക്കട്ട ഉണ്ടാക്കാനായിട്ട് നാളികേരം പാലൊന്നും അരയ്ക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ വൈകുന്നേരം കറണ്ട് പോയതാണ്. ഇന്നലെ വൈകുന്നേരം ഫുള്ള് ഫാൻ ഇട്ടിട്ട് ഇൻവെർട്ടർ ചിലപ്പോൾ മിക്സിമ വർക്ക് ചെയ്തൊന്നും വരില്ല. അവിടെ ഒരു മരം മറിഞ്ഞു വീണു മഴയത്ത്. പിന്നെ വിഷുക്കട്ടയൊക്കെ അമ്പലത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അമ്പലത്തിൽ പോവാ. അമ്പലത്തിൽ നാടൊട്ടത് വിഷുക്കട്ട ഉണ്ടാക്കി എല്ലാവരും കൂടിയിട്ട് കൂടുന്ന പരിപാടി. നാട്ടുകാരെല്ലാവരും അവിടെ ഉണ്ടാവും വിഷുക്കട്ട കഴിക്കും. ഞാൻ സാമ്പാറായാലും സബ്ജക്റ്റ് ഉണ്ടാകാന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് പറഞ്ഞ ഒന്നും ഉണ്ടാകാൻ നിൽക്കട്ടെ, നമുക്ക് വേറെ വീട്ടിൽ പോവാന്ന്. വീട്ടിൽ കാരണന്മാരുണ്ടെങ്കിൽ ഈ വക പരിപാടി ഒന്നും നടക്കില്ല അല്ലേ. നമ്മളൊരു നല്ല സദ്യ ഒരുക്കി അവരോടൊപ്പം ഇരുന്ന് കഴിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക്. പിന്നെ കാലത്ത് അമ്പലത്തിൽ പോകുമ്പോഴും നമ്മളൊന്നും കഴിക്കാറില്ല കേട്ടോ. ഇന്നിപ്പോൾ വിഷു അല്ലേ, വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് പോകണം എന്ന് മനസ്സിലുണ്ടായിരുന്ന കാരണം കൊണ്ടാണ് അറ്റ്ലീസ്റ്റ് അടയെങ്കിലും ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചത്. പ്രാതലൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈനീട്ടം എന്നുള്ളൊരു പരിപാടി ഉണ്ട്. എത്ര വലുതായാലും അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കുറയില്ല അല്ലേ. വിഷു കൈനീട്ടം എന്ന് പറയുന്നത് എന്നും എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ. ഇത് 100 തികയ്ക്കുക എന്നുള്ളതായിരുന്നു പണ്ടത്തെ ഏറ്റവും വലിയൊരു മിഷൻ തന്നെ. അതൊക്കെ ഒരു കാലം. വണ്ടി പൂജിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ, അപ്പോൾ പൂജിക്കാൻ പോവാം. വണ്ടി കൊണ്ട് പൂജിക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യൻ്റെ വണ്ടി എടുത്ത് വരുന്നുണ്ട്. ഇവിടെ കിട്ടോട്ടെ പിന്നോ, അല്ലേ ഞാൻ ഈ മഴ പെയ്താലേ ഇവിടെ വെച്ചാലും മതി. അതെ, നിത്യപൂജയുള്ള ഒരു അമ്പലമല്ല കേട്ടോ നമ്മുടെ. അപ്പോൾ വിഷുവിൻ്റെ അന്നൊക്കെ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ വണ്ടി പൂജ. വണ്ടി പൂജിച്ച് ഓടിപ്പിക്കണം എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇത്രയും വൈകിയതിൻ്റെ കാരണം നിത്യപൂജ അമ്പലത്തിൽ ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ നമ്മുടെ വണ്ടി മൂടിയിട്ടിരുന്ന ആ ഒരു കവറുണ്ടല്ലോ, അത് മുഴുവൻ നമ്മുടെ തെരുവുനായകൾ വന്നിട്ട് കടിച്ച് കീറി. അതാണ് ശ്രീകുട്ടൻ പറഞ്ഞത്, ഇത് അകത്തിടാമ്മ എങ്ങാനും നായികൾ വന്നാലോ എന്ന് പറഞ്ഞിട്ട്.
നമ്മളിവിടെ ഗേറ്റ് വയ്ക്കാത്ത കാരണം കൊണ്ട് അവർക്ക് ഉള്ളിലേക്ക് വരാനായിട്ട് സൗകര്യമുണ്ട്. അപ്പോൾ നമ്മളിനി അമ്പലത്തിൽ പോവാണ് കേട്ടോ. നമുക്കിനി അമ്പലത്തിൽ എത്തിയിട്ട് കാണാം. കുറച്ചേ ഉള്ളൂ, ഇവിടെ നിന്ന് നമുക്ക് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ വണ്ടി കൊണ്ടുപോകേണ്ട കാരണം കൊണ്ടാണ് വണ്ടി കൊണ്ടുപോകണത്. പിന്നെ വഴി കൂടെ പോണവരെയൊക്കെ കണ്ട് നമുക്ക് കൈനീട്ടമൊക്കെ കൊടുത്ത് പോകലാണ് പതിവ്. പക്ഷേ ഇന്ന് നമ്മൾ വണ്ടി എടുത്തിട്ട് പോയി. നമ്മുടെ വീടിൻ്റെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ വലിയൊരു റബ്ബറും തോട്ടം, പിന്നെ ഇവിടെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഇളയച്ചന്മാരുടെ വീടുകൾ. കാറിൽ പോണേക്കാളും ഒരു മാനസിക ശാരീരിക അടുപ്പം നമുക്ക് ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ തോന്നാറുണ്ട് അല്ലേ? എനിക്കിഷ്ടമാണ് ബൈക്കിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭാഗ്യന് ഭയങ്കര പേടിയാ. ഹാപ്പി വിഷു. ഇതാണ് ഞങ്ങളുണ്ടാക്കി. ആരുണ്ടാക്കി വിഷുക്കട്ടൊക്കെ? കുറെ ആൾക്കാരുണ്ടായ അതെ, ദാസേട്ടൻ പൂജിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടാ. അപ്പോൾ അമ്പലത്തിൽ ഒരു ദാസേട്ടൻ്റെ അപ്പുറത്ത് നിഖിലും നിൽക്കുന്നു. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അമ്പലത്തിൽ കാലത്ത് തന്നെ സജനയിച്ച്. അമ്പലത്തിലൊരു കമ്മിറ്റി ഉണ്ടാവുമല്ലോ, ആ കമ്മിറ്റിക്കാരെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ. ഇപ്രാവശ്യം കമ്മിറ്റിയിൽ ഭാഗ്യനും പിന്നെ നമ്മുടെ പഴയ ചേട്ടന്മാരും ഇല്ല. കമ്മിറ്റി മൊത്തത്തിൽ മാറി 2 വർഷം കഴിഞ്ഞപ്പോൾ. 2 വർഷം ഇവർ നോക്കി നടത്തി. ഇനിയുള്ള കമ്മിറ്റി മെമ്പേഴ്സാണ് ഇവർ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പിള്ളേരുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിഖിലൊക്കെ ഞാൻ ചെന്നപ്പോഴേക്കും എന്താ വിഷുക്കട്ടയൊക്കെ ഇല്ല അല്ലേ? വിഷുക്കട്ടയൊക്കെ അതേ മുറിച്ച് സെറ്റാക്കി ദേവിക്ക് അമ്മയ്ക്ക് കൊടുക്കാനുള്ളത് അമ്മയ്ക്ക് കൊടുത്ത് അമ്മയുടെ ഭാഗം എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വലിയ വാഴയിലയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പറ്റുന്ന രീതിയിൽ മഴയായതുകൊണ്ട് തന്നെ അമ്പലത്തിൽ നിന്ന് കണി ഉണ്ടായില്ല, അല്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കണി ഉണ്ടാവാറുണ്ട് കേട്ടോ. അതേ നമ്മുടെ കാർവർണ്ണൻ ഇരിക്കുന്നുണ്ട് അവിടെ. അമ്പലത്തിലും അവർ കുഞ്ഞൊരു കണിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദീപാരാധനയും കാര്യങ്ങളും നീണ്ട നേരത്തെ പൂജയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് വേണം വണ്ടി പൂജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ പാൽപ്പായസവും അമ്പലപ്പായസവും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കഴിച്ചു വരുമ്പോഴേക്കും വയറ് നിറയും കേട്ടോ. അയ്യോ, അപ്പോൾ ഇപ്രാവശ്യം കൊടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടായല്ലേ? ഒന്നിൻ്റെ നോട്ട് ഇവിടെ നമുക്ക് അടുത്തല്ല, നമ്മുടെ കടയിൽ ഒന്നിൻ്റെ നോട്ടുകൾ ഇങ്ങനെ ഒരു കെട്ടാക്കിയിട്ട് ഒരു സാറ് കൊണ്ടുവന്ന് തരും എല്ലാ വിഷുവിൻ്റെയും തലേദിവസം. ഭാഗ്യന് കൊടുക്കുന്നതാണ് ആൾ കൈനീട്ടായിട്ടെന്ന് തോന്നുന്നു കേട്ടോ. ഭാഗ്യൻ അത് ഒരെണ്ണം കൂടെ എക്സ്ട്രാ മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. ഈ ഒന്നിൻ്റെ നോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താ വലുതാണെന്നല്ലേ, പക്ഷെ അത് അവർ ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ടെന്നാ ഇപ്പം ആൻറ്റി പറഞ്ഞത് കേട്ടില്ലേ. കഴിഞ്ഞ കൊല്ലത്തെ നീ തന്ന ഭാഗ്യനെ ഇവിടെ ഉണ്ണിമോനെന്ന് വിളിക്കുക. ഉണ്ണിമോൻ തന്ന നോട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഒന്നിൻ്റെ നോട്ടൊക്കെ കുറേ കാലം കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ഓർമ്മയായിട്ട് മാറും തോന്നുന്നു. അപ്പം അമ്പലത്തിൽ വരുന്ന എല്ലാവർക്കും നോട്ട് കൊടുത്തു, കൈനീട്ടം കൊടുത്തു. നോട്ടല്ല, കൈനീട്ടം കൊടുത്തു. അതും ഒറ്റ കോയന്മയാണ് കൊടുക്കണ്ടേ, നല്ല ഭംഗിയുള്ള. പക്ഷെ ഇത് ഒന്നിൻ്റെ നോട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എല്ലാവർക്കും ഭാഗ്യം കൊടുത്തു. പിന്നെ നമ്മൾ വണ്ടി പൂജിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നാരങ്ങയൊക്കെ മുമ്പിലൊക്കെ വെച്ച് ഭാഗ്യം സെറ്റാക്കിയിട്ടുണ്ട്. ആ പോകുന്നത് നമ്മുടെ ഒരു ഇളമയാണ് കേട്ടോ. അതായത് അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് കോമളവല്ലീനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ മേമ പായസം മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ ഇവിടെ നാട്ടിൽ അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യനെ ഇളയമ്മ അല്ലെങ്കിൽ മേമ എന്ന് വിളിക്കും കേട്ടോ. ചെറിയമ്മ എന്നൊക്കെയല്ലേ വിളിക്കാറ്. അപ്പോൾ നമുക്കിവിടെ മേമയാണ്. ഇളയമ്മ എന്നാണ് എല്ലാവരും വിളിക്കുക ഇവിടെ നമ്മുടെ വീട്ടിൽ. ഞാനിങ്ങനെ സ്നേഹം കൂടുമ്പോൾ മേമേ എന്ന് വിളിക്കും. അപ്പോൾ പായസം മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇല കൊണ്ട് പോണത് കേട്ടോ. നമ്മുടെ വണ്ടീന്റെ പൂജ കഴിക്കാം. വണ്ടി യാത്ര എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ കയ്യിൽ മാത്രമല്ല, എതിരെ വരുന്ന ആളുടെ ഒരു എന്താ പറയുക, ഒരു കരുതലും കൂടിയാണല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും അമ്പലത്തിൻ്റെ ഇവിടെ എത്തുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഞാൻ എത്രയ്ക്ക് സൂക്ഷിച്ചാലും എതിരെ വരുന്ന ആൾക്കും കൂടി നീ ഒരു താങ്ങും തണലും അവിടെയെന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ 2 വീലർ യാത്രകൾ ഭയങ്കര റിസ്ക് ആണെന്ന് ഭാഗ്യം പറഞ്ഞ പോലെ തന്നെ. എന്നാലും അത്യാവശ്യങ്ങൾക്ക് പോകാനും കുറെ തിരക്കുള്ള ഇടയിലേക്ക് പോകാനും 2 വീലറുകളാണ് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ.
അങ്ങനെ വണ്ടിയൊക്കെ പൂജിച്ച് കിട്ടി. താഴത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നാരങ്ങയൊക്കെ ഉടച്ച് ഭാഗ്യൻ വണ്ടി മുന്നോട്ടെടുത്തിരിക്കുകയാണ് പൂജയ്ക്ക് ശേഷം. വണ്ടി ഓടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ അമ്പലത്തിൽ നിന്ന് വിട വാങ്ങുകയാണ് വീട്ടിലേക്ക്. പിന്നെ പാച്ചോറുണ്ടാക്കിയത് വിഷുക്കട്ട ഉണ്ടാക്കിയത് കുറച്ചധികം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് പാഴ്സൽ ചെയ്ത് നമ്മൾ മേടിച്ചു. ഇളയമ്മയും അതുപോലെ തന്നെ ഡൽസി ആൻറ്റിക്കും ഒക്കെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ മേടിച്ചത് കേട്ടാ. ഹാപ്പി വിഷു. പാത്രം എടുക്ക്, വിഷുക്കട്ട തിന്നെ. ആരും ചേട്ടാ ഇവിടെ ഡൽസി ആൻറ്റിയും കന്യങ്ങളും മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ ഞങ്ങളെല്ലാവരും പണിയിട്ടും എല്ലാത്തിനും. ഹാപ്പി വിഷു. സമ്പൽ സമൃദ്ധിയുടെ വർഷങ്ങളാണ്. വീട്ടിൽ പോട്ടെ വീട്ടിൽ പോവാൻ സുന്ദരനായിട്ടില്ല. പ്രാർത്ഥിച്ചിട്ട് കൊടുത്താ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പോയി വന്നു. ഡൽസി ആൻറ്റിക്ക് കൈനീട്ടം കൊടുത്തു, ഇളാമ്മയ്ക്ക് കൈനീട്ടം കൊടുത്തു. ഇളാമ്മ കല്യാണ തിരക്കിലാണ് കേട്ടോ. അടുത്ത ഞായറാഴ്ചയാണ് അനിയൻ്റെ കല്യാണം, രാഹുലിൻ്റെ കല്യാണം. അപ്പോൾ എന്തായാലും ഇളാമ്മ വീട്ടിൽ പോകണില്ല, എല്ലാവരും അടുത്ത ഞായറാഴ്ച കാണാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇളാമ്മ തന്നെയുള്ളൂ, ചേച്ചിമാരൊക്കെ വീട്ടിൽ പോയി, പ്രിയേച്ചൊക്കെ വീട്ടിൽ പോയി. നമുക്ക് വീട്ടിൽ പോകണമല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഭാഗ്യനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇനി അവിടെ നിന്ന് വിളി വന്നു, ഇവിടെ നമ്മൾ ഭക്ഷണമൊന്നും വെക്കാത്ത കാരണം കൊണ്ടേ ഇറങ്ങിയില്ലേ വന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമുക്കിനി പതുക്കെ വീട്ടിലേക്ക് പോവാം. നമ്മൾ വീട്ടിലെത്തി. അങ്ങനെ നമ്മളിതാ നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്, നമ്മുടെ മറ്റൊരു സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ അവരൊക്കെ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ചേച്ചിയും ചേട്ടനൊക്കെ അവിടെ തന്നെ ഉള്ള കാരണം കൊണ്ടേ ചെറുതായിട്ട് എനിക്കൊരു കുശുമ്പുണ്ടായിരുന്നു അവിടെയൊക്കെ അവരെ കണ്ടപ്പോൾ. അമ്മ അടിപൊളി കണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ടി വിയിൽ മാളികപ്പുറം കളിക്കുന്നത് കണ്ടത്. കുറച്ച് നേരം അത് നോക്കി നിന്നു. അപ്പോൾ പുതിയ സിനിമകൾ വിഷുവിന് വരുമ്പോൾ അത് നമ്മൾ കാത്തിരിക്കാറുള്ളത് ഒരു നെസ്റ്റ് തന്നെയാണല്ലേ നമ്മുടെ ബാല്യത്തിൽ. കുട്ടികളെ തിരിച്ചു കൊടുക്കാൻ പാടില്ല. കുട്ടികൾ കൊടുക്കാൻ പാടില്ല. അമ്മയച്ഛന് മാത്രമേ തരാൻ പാടുള്ളൂ. അത് നല്ലതാ. ഹാപ്പി വിഷു, ഹാപ്പി വിഷു, ഹാപ്പി വിഷു. ഇവിടുത്തെ വിഷു കഴിഞ്ഞിട്ട് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈ കൊണ്ട് മേടിക്കുന്നു, അടുത്ത കയ്യിലേക്ക് മാറ്റുന്നു, ആ കൈ കൊണ്ട് അപ്പുറത്തെ ആൾക്ക് കൊടുക്കുന്നു എന്നുള്ളത് തന്നെ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തുല്യമായിരിക്കും എല്ലാതും. പിന്നെയും ശ്രീകുട്ടനാണ് കുഞ്ഞനൊക്കെയാണ് കുറച്ചും കൂടി ലാഭകരമായ വിഷു കൈ നീട്ടം കിട്ടുന്നത്. ബാക്കി എല്ലാവർക്കും ഇതൊരു നഷ്ട വിഷു കൈ നീട്ട പദ്ധതിയാണ് കേട്ടോ. കുറച്ചും കൂടി വലുതായി നമുക്കൊക്കെ ജോലിയാവുന്ന കാലഘട്ടങ്ങളിൽ വിഷു കൈ നീട്ടം 1 രൂപ അവസാനിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൽ നമ്മളെത്തും. അങ്ങനെ ഇന്നത്തെ ഹാപ്പി വിഷു കഴിഞ്ഞു. ഇനി നമ്മള് സദ്യ കഴിക്കാൻ പോവാ. സദ്യൊന്നുമില്ല കേട്ടാ, സാമ്പാർ ഉപ്പേരി മാത്രമേ ഉള്ളൂ. അതെ, എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പപ്പടവും ഒരു കൂട്ടാണ്ട് മാത്രമുള്ള. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോട് കുറെ വെച്ചുണ്ടാക്കാൻ തിരുനാനൊക്കെ എടുക്കണം. ഇപ്പൊ എന്റെ ശ്രീകുട്ടനെ ഞാൻ അമ്മയും വലിയ കാര്യമായിട്ടുള്ള സദ്യ പ്രിപ്പറേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സാമ്പാർ ഉണ്ടായിരുന്നു, നല്ല പയറുപ്പേരി ഉണ്ടായിരുന്നു, അതും ഇത്തിരി പപ്പടം കൂട്ടിയിട്ടുണ്ടെങ്കിൽ സദ്യ ആയിന്നാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. കാരണം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണത്.
നമ്മുടെ വീട്ടിലത്തെ 2 VVIPകളാണ് ഏട്ടായും ഭാഗ്യനും. രണ്ടാൾക്കും നിലത്തിരുന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതെ അച്ഛൻ വരെ നിലത്തിരിക്കും. പക്ഷേ അച്ഛനും നമ്മൾ 4 ആളുണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ വൈകുന്നേരത്തെ ഫുഡ് എപ്പോഴും ഒരുമിച്ചേ കഴിച്ചിരുന്നത്. ഇപ്പോഴും ഒരുമിച്ചൊക്കെ തന്നെ സദ്യയും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ വിശക്കുമ്പോൾ എടുത്ത് കഴിക്കണ ഒരു രീതിയിലെത്തി. അമ്മേ ക്യാമറയിൽ ഒരു ഷോട്ട് പോലും കിട്ടില്ല പടക്കം പിടിക്കുമ്പോ. എനിക്ക് പേടിയാത്. മതി മതി. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പടക്കം പൊട്ടിക്കുക എന്നുള്ളത്. പിന്നെയും ലാത്തിരി പൂത്തിരി കമ്പിത്തിരി നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള ഒരു സോണാണെന്ന് പറയാം. പക്ഷെ പടക്കം പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ശബ്ദത്തിന് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. എൻ്റെ പോലെ പടക്കം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ? ഇവിടെ എന്താ അച്ഛനും മോനും, അതായത് പപ്പയും മോനും കൂടി നല്ല പടക്കം പൊട്ടിക്കുന്ന ആള് കേട്ടോ. എനിക്ക് ഭയങ്കര ടെൻഷനായി സാധനം കണ്ട തെറിച്ച് പോകണമൊക്കെ കണ്ട അത് മേത്ത് വന്ന് വീഴുമെന്നൊക്കെ. പിന്നെ പടക്കത്തിന് ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിൽ ഇൻട്രസ്റ്റും കൊതിയുള്ള ഒരാളാണ് ഭാഗ്യൻ. സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭാഗ്യന് നമ്മുടെ തലൂരല്ല വല്ലൂര് ഒരു പൂരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ചേട്ടച്ചനും ഇതുപോലെ തന്നെ ഈ പടക്കം പൊട്ടിക്കല് നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. കത്തി കത്തി പാമ്പ് പോലെയോ പടക്കം പൊട്ടിക്കലല്ല കേട്ടാ. ഈ വക എന്താ പറയാ ഫയർ വർക്ക്സ് ഇല്ലേ, അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നമ്മുടെ വീട്ടിലെല്ലാവർക്കും. എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ലടാ. ലാത്തിരി പൂത്തിരി കമ്പിത്തിരി ഈ വക സംഭവങ്ങളൊക്കെ ഭയങ്കര സേഫായ കാരണം കാണാനും നല്ല ഭംഗിയാണല്ലേ. വിഷു ആയെന്നൊരു തോന്നലാണ് നമുക്ക്. അയ്യോ മാവിന്റെ അങ്ങനെ ഈ വർഷത്തെ വിഷു ഇതുപോലെ തന്നെ ലാത്തിരി പൂത്തിരി കമ്പിത്തിരി ഒക്കെ കത്തിച്ച് അവസാനിക്കുകയാണ്. വളരെ ലളിതമായ സാധാരണയായ ഒരു വിഷുവായിരുന്നു. കറണ്ട് ഇല്ലാത്ത കാരണം വീട്ടിൽ സദ്യയൊന്നും ഉണ്ടാക്കിയില്ല. പക്ഷെ നമ്മൾക്ക് കുറച്ച് ദിവസം മുന്നേ സദ്യയൊക്കെ ആയിട്ട് കുറേ റീലിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മളെല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്തോ നമ്മൾ സദ്യ കഴിച്ചില്ല എന്നുള്ളൊരു തോന്നലൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾക്ക് ആ ഒരു സദ്യ എന്നുള്ളത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ വീട്ടുകാരൊക്കെ ആയിട്ട് കൂട്ടുകൂടുന്നു, അവരോട് കുറേ വർത്തമാനങ്ങൾ പറയുന്നു, അവരെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു ആഘോഷമാണ്. കാരണം ഒരുവിധം എല്ലാവരും തിരക്കുള്ളവരാണ്. ഇനി പോകുന്ന ലൈഫിലേക്ക് എല്ലാവരും തിരക്കായിട്ട് തന്നെയാണ് പോകുന്നത്. ഈവൻ ജനറേഷൻ മക്കളായാലും മക്കളുടെ മക്കളൊക്കെ ആയാലും നമ്മളെയൊക്കെ ഓർക്കാവോ എന്നുള്ളൊരു ചിന്ത പോലും നമ്മുടെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഇങ്ങനെയുള്ള നിമിഷങ്ങളാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ പകരുന്നത്. നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഓണം വിഷു എന്നൊക്കെ പറയുന്നത് കേട്ടോ. ശ്രീകുട്ടൻ പറയാം എപ്പോഴും ഇതുപോലുള്ള ഓണവും വിഷുവും ഉത്സവവും ഒക്കെ വന്നില്ലെങ്കിൽ ജീവിതത്തിന് എന്ത് രസമുള്ളതല്ലേ അമ്മയെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്. സത്യമാണ് അല്ലേ? അതിലേക്ക് നോക്കാൻ പറ്റില്ലേ? പിന്നെ ക്യാമറ നോക്കുമ്പോ കൊറേ നേരം ഉണ്ട് കേട്ടോ.
വീടിന്റെ മുറ്റത്തിട്ട് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ദേ റോട്ടിൽ വന്നിട്ടുണ്ട് തലച്ചക്രം കറക്കാൻ വേണ്ടിയിട്ടാണ്. ഈ താഴത്ത് കിടന്ന് കറങ്ങുന്ന ആ ചക്രം പോലുള്ള സംഭവത്തിനാണ് നമ്മുടെ ഇവിടെ തലച്ചക്രം എന്ന് പറയാം കേട്ടോ. ആക്ച്വലി നമുക്ക് അടുത്ത ഞായറാഴ്ച അനിയന്റെ കല്യാണമാണ്. അപ്പോൾ അതിന്റെ കുറച്ചും കൂടി ക്യൂരിയോസിറ്റികളും ഒരുക്കങ്ങളും ഒക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇതായിരുന്നു വിഷുവിന്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സ്നേഹപൂർവ്വം ശ്രീജ.